ഓം ശാന്തി. ജ്ഞാനത്തിന്റെ മൂന്നാം നേത്രം ലഭിച്ചവരെ ത്രിനേത്രി എന്ന് പറയുന്നു. എനിക്ക് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ 3 കാലങ്ങളുടെയും ജ്ഞാനം ലഭിച്ചു. ഞാൻ ത്രിനേത്രി, ത്രികാലദർശി ആത്മാവാണ്. ജ്ഞാനത്തിന്റെ മൂന്നാം നേത്രത്തിലൂടെ സ്വയം തന്റെ ദർശനം ചെയ്യുന്നു, ആത്മദർശനം ചെയ്യുന്നു. ഞാൻ ഒരു അതിസൂക്ഷ്മ പ്രകാശ സ്വരൂപാത്മാവാണ്. ഞാൻ അവിനാശി ശക്തിയാണ്. അജർ അമർ അവിനാശി ആത്മാവാണ്. മനസ്സും ബുദ്ധിയും സംസ്കാരങ്ങളും എൻ്റെ സൂക്ഷ്മ ഇന്ദ്രിയങ്ങളാണ്. ഞാൻ ആത്മാവിൽ അനാദി ആദി സംസ്കാരം നിറഞ്ഞിരിക്കുന്നു. സത്യയുഗ ത്രേതയിൽ എൻ്റെ സംസ്കാരം സതോ ഗുണിയായിരുന്നു, പവിത്രമായിരുന്നു. പിന്നീട് ദ്വാപര കലിയുഗത്തിൽ വികാരങ്ങളുടെ പ്രഭാവത്തിൽ ആത്മാ തമോ ഗുണിയായി, അപവിത്രമായി. ഇപ്പോൾ യോഗബലത്താൽ എൻ്റെ അനാദി ആദി സംസ്കാരം വീണ്ടും ജാഗൃതമാകുന്നു. ഇപ്പോൾ എൻ്റെ യോഗം നിരന്തരം ഓൾമൈറ്റി ബാബയോടാണ്. ഞാൻ എൻ്റെ സതോ ഗുണി പവിത്ര സംസ്കാരം വീണ്ടും ധാരണ ചെയ്യുന്നു. ത്രികാലദർശി ശിവബാബ എനിക്ക് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ 3 കാലത്തിന്റെയും നോളജ് നൽകി എന്നെ ത്രികാലദർശിയാക്കി. മുഴുവൻ സൃഷ്ടിചക്രവും എൻ്റെ ബുദ്ധിയിൽ കറങ്ങുന്നു. ഇപ്പോൾ സൃഷ്ടി നാടകം പൂർണ്ണമാകുകയാണ്. അനേക ധർമ്മം സമാപ്തമായി. ഒരു ആദി സനാതന ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന നടക്കുകയാണ്. ബാബ വന്ന് ജ്ഞാനത്തിന്റെ 3ാമത്തെ നേത്രം നൽകി. അതിലൂടെ ഞാൻ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തെ അറിയുന്നു. ബാബ പറയുന്നു, സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാക്കും, മുക്തിധാമത്തിലേക്ക് പോകും. ഇത് ധൈര്യത്തോടെ സിംഹിണി ശക്തികൾ മറ്റാത്മാക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ഞാൻ കൽപ്പം മുമ്പും ബ്രാഹ്മണനായിരുന്നു, പിന്നീട് ദേവതയുമായിരുന്നു. ഞാൻ തന്നെ പൂജ്യരിൽ നിന്നും പൂജാരിയാകുന്നു, വീണ്ടും പൂജ്യരാകുന്നു. ബാബ പൂജ്യനും പൂജാരിയുമാകുന്നില്ല. ഇപ്പോൾ പുതിയ സൃഷ്ടിയുടെ സ്ഥാപന നടത്തിക്കൊണ്ടിരിക്കുന്നു.
ഇതാണ് രുദ്രജ്ഞാന യജ്ഞം. ബാബ എന്നെ സ്വർഗത്തിന്റെ സുഖത്തിനു വേണ്ടി പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി ഞാൻ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ സുഖധാമത്തിലേക്ക് പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാബ ആത്മാക്കൾക്ക് സദ്ഗതി നേടുന്നതിനു വേണ്ടി ജ്ഞാനം നൽകുന്നു. ആത്മാവ് അവിനാശിയാണ്. അതിൽ അവിനാശി പാർട്ടടങ്ങിയിരിക്കുന്നു. അതൊരിക്കലും നശിക്കില്ല. അന്തിമത്തിലാണ് ബാബയുടെ പാർട്ട്. പുതിയ ലോകത്തിന്റെ സ്ഥാപനയും പഴയ ലോകത്തിന്റെ വിനാശവും ഇത് ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഭഗവാന്റെ മഹാവാക്യമാണ്, എന്നെ മാത്രം ഓർമ്മിക്കൂ, ഞാൻ പതിത പാവനനാണ്. എന്നെ ഓർമ്മിക്കുന്നതിലൂടെ വികർമ്മം വിനാശമാകും, മുക്തിധാമത്തിലേക്ക് വരും. സ്വയം തന്നെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഇതാണ് യോഗാഗ്നി. ധാരാളം ഭക്തി ചെയ്തവർ ധാരാളം ജ്ഞാനമെടുക്കുന്നു. എപ്പോഴാണോ ജ്ഞാനം ലഭിക്കുന്നത് അപ്പോൾ ഭക്തിയോട് വൈരാഗ്യമുണ്ടാകുന്നു. ഈ പരിധിയില്ലാത്ത ലോകത്തെ സന്യസിക്കുന്നു. പവിത്രമാകാതെ വീട്ടിലേക്ക് പോകാൻ സാധിക്കില്ല. പവിത്രമാകുന്നതിന് ഓർമ്മയുടെ യാത്ര ചെയ്യണം. ഈ ലോകത്തെ ഞാൻ ബുദ്ധി കൊണ്ട് മറക്കുന്നു, ഉപേക്ഷിച്ചു പോകുന്നില്ല. നിർവാണധാമത്തിലേക്ക് പോകാനായി തീർച്ചയായും പാവനമാകണം. രചനയുടെ ആദി മധ്യ അന്ത്യത്തെ പൂർണ്ണമായും മനസ്സിലാക്കി ഉയർന്ന പദവി നേടണം. ബാബ വരദാനം തന്നിരിക്കുകയാണ്. ഏതൊരു ആത്മാക്കളെയും പ്രാപ്തിയുടെ അനുഭൂതി ചെയ്യിപ്പിക്കുന്ന യഥാർത്ഥ സേവാധാരിയായി ഭവിക്കൂ. ഈ സേവനത്തിന് തപസ്യ കൂടെ ഉണ്ടാകണം. ത്യാഗവും തപസ്യയും ഇല്ലെങ്കിൽ അത് പേരിന് മാത്രം ചെയ്യുന്ന സേവയായിരിക്കും. ത്യാഗവും തപസ്യയും സേവനവും കമ്പൈൻഡ് രൂപത്തിൽ ചേർന്നിരിക്കുന്ന സത്യമായ സേവാധാരിയായി മാറണം. വിനയത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഗുണം ധാരണ ചെയ്യൂ. എങ്കിൽ ക്രോധാഗ്നി ശാന്തമായി തീരുന്നു. ജ്വാലാസ്വരൂപ ഓർമ്മയിലൂടെ മായ അല്ലെങ്കിൽ പ്രകൃതിയുടെ രൂപത്തെ ശീതളമാക്കുന്നു. മൂന്നാം നേത്രം മായയെ ബലഹീനമാക്കുന്നു. ഓം ശാന്തി.